കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. ജയനുമായി ലഹരി കടത്തിയ വാഹനത്തിന്റെ കരാർ ഷാനവാസ് ആലപ്പുഴയിൽ ഒപ്പിട്ടുവെന്നു പറയുന്ന ദിവസം ജയൻ കർണാടകത്തിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇതോടെ ഷാനവാസ് ഹാജരാക്കിയ കരാർ വ്യാജമാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കേസിൽ പുതുതായി 2 പേരെ കൂടി പ്രതി ചേർത്തു. വാഹനം വിൽക്കുന്നു, വാഹനം വാങ്ങുന്നു, വാഹനം വാടകയ്ക്ക് എടുക്കുന്നുണ്ട്. അതിനകത്ത് വാങ്ങുന്നയാളും എടുക്കുന്നയാളും പൂർണ്ണമായിട്ടും ഒപ്പിടണം. സാക്ഷികൾ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസ്തരെ നമ്മൾ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോടതി നടപടിയുമായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമപ്രശ്നമായിട്ട് പോകുമ്പോൾ അങ്ങനെയാണ്. സാക്ഷികൾ ഒപ്പിട്ടില്ല എന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഒരു വാടക കരാറും ഇല്ലാതാകുന്നില്ല. കരുനാഗപ്പള്ളിയിൽ 1 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി CPM കൌൺസിലർ ഷാനവാസ്, ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റി ടർഫ് ഉടമ അൻസർ എന്നിവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ജനുവരി 8-ന് പുലർച്ചെയാണ്. കേസിൽ ഷാനവാസുമായി അടുപ്പമുള്ള ആലപ്പുഴയിൽ നിന്നുള്ള CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. കട്ടപ്പന സ്വദേശി ജയൻ 2 ദിവസത്തിനു മുമ്പ് തന്റെ പക്കൽ നിന്നും വാഹനം വാടകയ്ക്കെടുത്തുവെന്നും വാടക കരാർ ഉണ്ടെന്നുമായിരുന്നു ഷാനവാസിന്റെ വാദം. ആലപ്പുഴയിൽ വെച്ച് 6-ന് ജയനുമായി കരാറിലേർപ്പെട്ടുവെന്നും വ്യക്തമാക്കി. ഇത് എന്നാണ് ഇതിന്റെ രജിസ്ട്രേഷൻ എന്നുള്ളത് നോക്കണം. 28-ാം തീയതിയാണ് ഞാൻ വാഹനം എടുക്കുന്നത്. 30-ാം തീയതിയാണ് എനിക്ക് ഈ കാർഡ് കിട്ടുന്നത്, രജിസ്ട്രേഷൻ ഫൈനലൈസ് ചെയ്ത് കിട്ടുന്നത് 30-ാം തീയതി. പിന്നെ 3-4 ദിവസം വേണ്ടേ നമുക്ക് പെർമിറ്റ് കിട്ടാനായിട്ട്. 4-ാം തീയതി പെർമിറ്റ് കിട്ടുന്നു. 6-ാം തീയതി ഞാൻ ഒരു കരാറുണ്ടാക്കുന്നു. പിന്നെ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു വ്യവസായം ചെയ്യണമെങ്കിൽ എന്റെ സ്വന്തം പേരിൽ വാഹനമെടുത്ത് ഞാൻ ചെയ്യണം. ഷാനവാസ് മൊഴി നൽകിയതനുസരിച്ചുള്ള 6-ാം തീയതി ജയൻ ആലപ്പുഴയിൽ എത്തിയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കർണാടകത്തിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ജയൻ ഉണ്ടായിരുന്നുവെന്നാണ് ടവർ ലൊക്കേഷൻ അടക്കമുള്ള തെളിവുകൾ നിരത്തി പോലീസ് പറയുന്നത്. കരാർ തയ്യാറാക്കി ഷാനവാസിന്റെ വീട്ടിലെത്തിച്ച് നൽകിയതല്ലാതെ ഒപ്പിടുന്നത് കണ്ടിട്ടില്ലെന്ന് അഭിഭാഷകയും പോലീസിന് മൊഴി നൽകി. 6-ന് ആലപ്പുഴയിലെ DTP സെന്ററിൽ കരാറിനാവശ്യമായ മാറ്റർ തയ്യാറാക്കിയതായി കണ്ടെത്തിയെങ്കിലും ജയനുമായി അന്ന് കരാറിൽ ഒപ്പിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഇതോടെ 6-ന് കരാറിലേർപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഷാനവാസ് നൽകിയ രേഖകൾ വ്യാജമാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ പണമിടപാടുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ആലപ്പുഴ IDB ബാങ്കിലുള്ള കറന്റ് അക്കൌണ്ടിൽ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ നടന്നതായും കണ്ടെത്തി. കേസിന്റെ ആദ്യഘട്ടത്തിൽ പോലീസ് ഉൾപ്പെടുത്താതിരുന്ന കരാറിലേർപ്പെട്ട ജയൻ, വാഹന ഉടമ അൻസർ എന്നിവരെ അന്വേഷണ സംഘം പുതുതായി പ്രതി ചേർത്തു. ലഹരി പിടിച്ചെടുക്കുന്നതിന് 2 ദിവസം മുമ്പ് കേസിലെ മുഖ്യപ്രതിയായ ഇജാസ് ഉൾപ്പെടെയുള്ളവരുമായി ഷാനവാസിന്റെ പിറന്നാൾ ആഘോഷം നടന്നത് പുതുതായി പ്രതി ചേർക്കപ്പെട്ട അൻസറിന്റെ ടർഫിൽ വെച്ചായിരുന്നു. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.